നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. താൻ ബി.ജെ.പിയിൽ ചേരാൻ തയ്യാറായി എന്നത് കള്ളമാണെന്നും പ്രകാശ് ജാവേദ്കറോട് വെറുതെ സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്നും താൻ ബി.ജെ.പിയിലെ ചേരൂ എന്ന് ശോഭാ സുരേന്ദ്രൻ അസത്യ പ്രചരണം നടത്തുകയായിരുന്നുവെന്നും ആരോപിച്ചുകൊണ്ടുള്ള ഇ.പി. ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് പോലീസ്. നേരിട്ട് കേസെടുക്കാനുള്ള മൊഴിയോ സാഹചര്യ തെളിവോ ഇല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് പോലീസ് കേസെടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അന്തരീക്ഷത്തിൽ നിന്നും പൊട്ടിമുളച്ച ഗൂഢാലോചന സിദ്ധാന്തം ഒന്നും തെളിയിക്കാൻ ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്നും എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട് എന്ന് തന്നെയാണ് കേരള പോലീസ് ഇ.പി. ജയരാജനോട് പറഞ്ഞിരിക്കുന്നത്. കേരളം ഉൾപ്പെട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഇ.പി. ജയരാജന്റെ ബി.ജെ.പിയിൽ ചേരാനുള്ള നീക്കം. ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് വരാൻ 90% തയ്യാറായിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വെച്ചും ഡൽഹിയിൽ വെച്ചും ബി.ജെ.പി കേന്ദ്ര സംസ്ഥാന നേതൃത്വവുമായി നിരവധി ചർച്ചകളാണ് ഇ.പി. ജയരാജൻ നടത്തിയത്. എന്നാൽ അവസാന നിമിഷം പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു ഫോൺ കോൾ അതെല്ലാ കാര്യങ്ങളും മാറ്റിമറിച്ചു എന്നതുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത്. ഈ ഫോൺ കോൾ പിണറായി വിജയന്റെ ആയിരുന്നുവെന്നും ഇ.പി. ജയരാജനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സുരക്ഷയെയും മുൻനിർത്തിയാണ് കൂടുതലൊന്നും പറയാത്തതെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കറുമായി താൻ സംസാരിച്ചുവെന്ന് ഇ.പി. ജയരാജൻ തന്നെ തുറന്നു സമ്മതിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ പിന്നീട് ഇ.പി. ജയരാജൻ തന്നെ മുന്നോട്ട് വരികയും താൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് ഒരു അസത്യ പ്രചരണം മാത്രമായിരുന്നുവെന്നും ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ബി.ജെ.പിയിൽ ചേരുമെന്ന പ്രചരണത്തിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയെന്ന കേസുമായി ഇ.പി. ജയരാജൻ മുന്നോട്ട് പോയത്. ഈ കേസാണിപ്പോൾ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയത്. ഇ.പി. ജയരാജൻ DGPക്ക് നൽകിയ പരാതി കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷിച്ചത്. ഇ.പിയുടെയും മകന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ബി.ജെ.പി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ കഴക്കൂട്ടത്തെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് കുറച്ചു സമയം മാത്രമായിരുന്നുവെന്നും പോലീസ് വിലയിരുത്തി. അതേസമയം കോടതി വഴി നീങ്ങുമെന്നും ഇ.പി. ജയരാജൻ പ്രതികരിച്ചു.